ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയിൽ പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 സിനിമകൾ അല്ലെങ്കിൽ 3 സിനിമകൾ പെട്ടെന്ന്. വൺസ് അപ്പോൺ ടൈം ഇൻ ഹോളിവുഡ് ഉണ്ട്, ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ്, പിന്നെ ഏതൊക്കെയാ വരുന്നത്? ഇത് രണ്ടാണ് വേറെ ഓർമ്മ വരുന്നത്. മലയാളത്തില് ഇപ്പൊ ഈ വടക്കം വീരഗാഥ എല്ലാവരും പറയുമെങ്കിലും വടക്കം വീരഗാഥ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി അല്ല, അതൊരു ഹിസ്റ്ററി അല്ലല്ലോ, ഫോക്ക് അതാണല്ലോ. പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ലക്കി ഭാസ്കറിൽ ഒരു ചെറിയൊരു എലമെന്റ് ആണ് കാണാൻ സാധിക്കുന്നല്ലേ. അതൊരു ഓൾട്ടർനേറ്റീവ്, അതൊരു ക്യാരക്ടേഴ്സ് സെയിം അല്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നിയ ഉറുമി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന്. RRR അങ്ങനെ 2 ക്യാരക്ടേഴ്സിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. പിന്നെ സത്യം പറഞ്ഞ ഹണി ബി 2.5 വേണമെങ്കിൽ ഒരു പറയാവുന്ന ഒരു സിനിമയാണ്. മറ്റിത് വരുമോ, നമ്പർ 20 മദ്രാസ് മേൽ വരുമോ? ഇല്ല, അതിൽ നമുക്ക് വരുന്ന സിനിമകളുടെ പേരൊക്കെ പറയുന്നതല്ലാതെ പറയാൻ പറ്റില്ല. മറ്റേ നമ്മുടെ വൺസ് അപ്പോൺ ടൈം ഇൻ ഹോളിവുഡും ഇതുമാണ്. അടുത്ത ചോദ്യം ഈ ജോഫിനോടാണ്. സിനിമ സെറ്റിലെ ആദ്യ ദിവസം അല്ലെങ്കിൽ അത് ആദ്യ ദിവസം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആദ്യം ഒരു സിനിമ സെറ്റിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പ്രീസ്റ്റിൻ്റെത് ഭയങ്കര ടെൻഷൻ നിറഞ്ഞ, അല്ലെങ്കിൽ ഒരു വേറൊരു മാനസികാവസ്ഥയിൽ കൂടെ പോയ ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് മമ്മൂക്ക പടമാണ്. അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ആദ്യത്തെ ഒരു 3-4 ദിവസം മമ്മൂക്ക ഇല്ലാതെ ഷൂട്ട് ചെയ്ത് ഞാനൊന്ന് സെറ്റായിട്ട് പിന്നെ മമ്മൂക്കയെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മൂക്ക പറഞ്ഞു അങ്ങനെ വേണ്ട, എന്നെ വെച്ച് തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് മമ്മൂക്കയെ പറ്റിയിട്ട് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ചൂടനാണ്. അപ്പം അത്തരം സംഭവങ്ങൾ ഭയങ്കരമായിട്ട് കേട്ടിട്ടാണ് ഞാൻ ഈ പറയുന്ന ഇതിലേക്ക് വരുന്നത്. അപ്പം അന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2ാം സിനിമ വരുന്ന സമയത്ത് ഒന്നാമത് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ആസിഫ് അലി എന്ന് പറയുന്നത് എനിക്ക് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടി എല്ലാവരും അറിയുന്ന ആൾക്കാർ, ചെറിയൊരു മറ്റേ സിനിമയേക്കാൾ കുറച്ചും കൂടി ചെറിയ സിനിമ, അപ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് അങ്ങനെ ഭയങ്കര. ജോണിന്റെ സിനിമയിലെ ആദ്യ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേ ഏത് സിനിമയായിരുന്നു? ഞാൻ ആൻമേരി കലിപ്പിലാണെന്ന സിനിമയിലും ഇതിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടാണ്, ചെറുക്കഥയിൽ വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ടോ? അതായത് ആദ്യമായിട്ടൊരു സിനിമ സെറ്റിലേക്ക് വന്ന് ഫസ്റ്റ് ഡേ നമ്മൾ എല്ലാം ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു ചെറിയൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്തെല്ലാം നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്ത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചാണ് ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു വ്യക്തി ചെന്നിറങ്ങുക എന്ന് പറയുന്നതിലുപരി നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഒരു പ്രൊഫഷണലായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടിയിലേക്ക് വന്നിറങ്ങുന്നു എന്നുള്ള ഫീൽ ചെയ്തത്. പിന്നെ മിഥുൻ എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് പിന്നെ സണ്ണി അടുത്ത സുഹൃത്താണ്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ ഒരു ലൊക്കേഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ആ ഒരു കൗതുകം അത് നോർമലി ഉണ്ടാകുന്നതായിരിക്കും. അതാ എനിക്ക് ഒരു ഭയങ്കര കൗതുകമാണ് തോന്നിയത് സിനിമ. അതെ. ആദ്യമായിട്ട് ലൊക്കേഷനിൽ എന്ത് നടക്കുന്നു, അതുപോലെ നമ്മൾ എഴുതിയ സീനുകളൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൗതുകം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതോട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കണം, മിഥുനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി എന്താ? അത് കണ്ടുമുട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ചെറുപ്പം തൊട്ടുള്ള ഞങ്ങൾ ഡിഗ്രിക്കാണ് കണ്ടുമുട്ടുന്നത്. അപ്പം ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് സിനിമകൾ കാണും. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് സിനിമ കാണാൻ പോയി കഴിഞ്ഞാലും സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പ്രമേയത്തെ പറ്റിയൊക്കെ ചർച്ച വരുന്നു. അപ്പം അവന് സിനിമയ്ക്ക് ഭയങ്കര ഒരു പ്രേക്ഷകനിലുപരി ഒരു താല്പര്യം ഉണ്ടെന്നും എനിക്കും അങ്ങനെ താല്പര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അപ്പം അങ്ങനെ സിനിമകൾ കൂടുതൽ തേടിപ്പിടിച്ച് കാണാനും റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും ക്ലാസ് കട്ട് ചെയ്ത് പോയി കാണും. അപ്പം അങ്ങനെ അവനെ പരിചയപ്പെട്ടത് സിനിമയിലേക്കുള്ള ഒരു ട്രേണിംഗ് പോയിൻ്റായി എൻട്രി ആയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിലും എൻകറേജ് ചെയ്യും. കഥകൾ ആദ്യകാലം മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയും ചർച്ച ചെയ്യുന്ന അങ്ങനത്തെ ഒരു വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ബന്ധം അന്നും ഇന്നും കാത്തു സൂക്ഷിക്കുന്നതാണ്.